അത് വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ വെച്ച് ഒരു പടത്തിന്റെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോലീസുകാരാണ് ഞങ്ങൾ രണ്ടുപേര്, ഒരു വിജയൻ ചേട്ടൻ ഞാനും ഉണ്ട്. അപ്പൊ ഷൂട്ടിംഗ് നടന്ന ഉച്ചക്ക് ടൈമിന് ഈ ഡയറക്ടർ പറഞ്ഞ് ഇനി സുധീരേട്ടനും വിജയൻ ചേട്ടനും കൂടി വേണമെങ്കിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക് ആവാറായിട്ടുണ്ട് നിങ്ങൾ പിന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിജയൻ ചേട്ടൻ എടുത്ത് പറഞ്ഞ് സുധീർ അത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ആമാശയത്തിനൊക്കെ അത് പ്രശ്നമുണ്ടാകും. എനിക്ക് അപ്പം തന്നെ ഞാൻ അപ്പം തന്നെ പാടേണ്. ആമാശയം നേർത്തൊരു ചെറുകുടലിൽ ചാരി വൻകുടലിൽ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണു വാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുവാ. രോഗം രോഗം വയറിനുള്ളിൽ കളകളനാദം. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം. അപ്പോൾ ഞാൻ വേറെ കാര്യോട് ചെയ്തു. ഞാൻ ഡോക്ടറേറ്റ് എടുത്തില്ലെങ്കിലും ഡോക്ടർ ആയില്ലെങ്കിലും എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഈ ആമാശയം എവിടെയാണ് ഇരിക്കണത്, ചെറുകുടലിൻ്റെ വൻകുടലിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ്, അതറിയണമല്ലോ നമുക്ക്. പിന്നെ അതിനെ വെച്ചിട്ടാണ് പിന്നീട് കരിക്കളം നീക്കിയത്. ഇതിൻ്റെ ഈ കമൻറ്റുകളൊക്കെ വരുമ്പോഴേ കുറേ പേര് കുറേയൊക്കെ മോശം ഇതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിലും കുറേ കമൻറ്റുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ വരികൾ ഒറിജിനൽ മറന്നു പോയി എന്ന് പറഞ്ഞ് പലരും പറയാറുണ്ട്. കാരണം ഇപ്പോൾ ശ്യാമാംബരം നേർത്തൊരു ചെറുകൂടൽ ഇങ്ങനെയൊക്കെ വരുന്നു. മാത്രമല്ല സുധീർ മനോഹരമായിട്ട് അത് പാടുകയും ചെയ്യും.